ഹലോ. അപ്പൊ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയർലൈൻ ജോബിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ ആരാണെന്നുള്ളതാട്ടോ. ഇപ്പൊ ഞാൻ പറയുന്ന ഈ 3 ക്വാളിറ്റി നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ എയർലൈൻ ജോബിന് ഏറ്റവും അനുയോജ്യരായ ആളുകളായിരിക്കും. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ട്രാവലിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏറ്റവും ഇണങ്ങിയ ജോലിയാണ് എയർലൈൻ ജോബ്. ഇപ്പം ഒരു ദിവസം ഒരു സ്ഥലത്തായിരിക്കും, പിറ്റേ ദിവസം വേറൊരു സ്ഥലത്തായിരിക്കും. യുൽ ഗെറ്റ് ടു സീ എ ലോട്ട് ഓഫ് പ്ലേസസ്. ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അപ്പം ഒത്തിരി ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് എയർലൈൻ ജോബ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു പീപ്പിൾ പേഴ്സൺ ആണോ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു പുതിയൊരാളെ കാണുമ്പോൾ നിസ്സങ്കോചം നമുക്ക് പോയി സംസാരിക്കാനും അവരോട് ഇടപഴകാനും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എയർലൈൻ ജോബ് ഇസ് ദ ബെസ്റ്റ് ജോബ് ഫോർ യു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അഡാപ്റ്റബിൾ ആയിട്ടുള്ള ആളാണോ എന്നുള്ളതാണ്. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പ്രയാസപ്പെടേണ്ടി വരില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ചില ആളുകളുണ്ട്, അവർക്ക് അവരുടെ ബെഡിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ. നമുക്ക് അങ്ങനെയൊന്നും വാശി പിടിക്കാൻ പറ്റില്ല. അതുപോലെ പല സ്ഥലത്ത് പല ഭക്ഷണം, പല ക്ലൈമറ്റ്, അതുപോലെ തന്നെ പല സാഹചര്യങ്ങളായിരിക്കും. അപ്പൊ ഏത് സാഹചര്യത്തിലും ഏറ്റവും നന്നായിട്ട് ഇണങ്ങിച്ചേർന്ന് അതിനനുസരിച്ച് പോകാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഉറക്കം ഒക്കെ ഒത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു ജോലിയാണ്. ചിലപ്പോൾ നിങ്ങൾ 1 മണിക്കായിരിക്കും ലാൻഡ് ചെയ്യുന്ന രാത്രി. ചില ദിവസങ്ങളിൽ രാത്രി 1 മണിക്കായിരിക്കും നിങ്ങൾ ഫ്ലൈറ്റിന് വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ 2 മണിക്കോ, ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കാം, ചിലപ്പോൾ രാവിലെ ആയിരിക്കാം. ഇതിനൊരു പെർട്ടിക്കുലർ ടൈമിംഗ് ഒന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നെങ്കിൽ എയർലൈൻ ജോബ് ഇസ് ദ ബെസ്റ്റ് ജോബ് ഫോർ യു. താങ്ക് യു.